സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരു മരണം കൂടി. മലപ്പുറം ചേലമ്പ്ര സ്വദേശി ഷാജിയാണ് മരിച്ചത്. ഒരു മാസത്തിനിടെ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 6ആയി. MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. എന്താണ് ഈ സംസ്ഥാനത്ത് ആശങ്ക പരത്തുകയാണ് മസ്തിഷ്ക ജ്വരം. പ്രത്യേകിച്ച് മരണസംഖ്യ ഉയരുന്നു എന്നുള്ളത്. ഒരു മാസത്തിനിടെ ഇപ്പോൾ 6 മരണം ആണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ മരിച്ചത് മലപ്പുറം ചേലമ്പ്ര സ്വദേശിയാണ്. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം കൂടി സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, മലപ്പുറം ചേലമ്പ്രം സ്വദേശിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഏറ്റവും ഒടുവിൽ മരിച്ചിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയും പിന്നീട് മരണം സംഭവിക്കുകയുമായിരുന്നു. എവിടെ നിന്നാണ് ഷാജിക്ക് രോഗം ബാധിച്ചതെന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഉറവിടം എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ഒരു ചിത്രമില്ല. കണ്ണൂരിൽ വെൽഡിംഗ് ജോലികൾ നോക്കുന്ന ആളായിരുന്നു ഷാജി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി അവിടെ എവിടെയെങ്കിലും പോയപ്പോൾ ജലാശയത്തിലോ കുളത്തിലോ മറ്റോ കുളിച്ചോ എന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരുന്നുണ്ട്. ഒപ്പം ഷാജിയുടെ വീടിൻ്റെ സമീപത്തുള്ള കിണർ, കുളം, മറ്റ് പൊതു ഇടങ്ങളിലെ ജലാശയങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. ഈ രോഗാണുവിൻ്റെ സാന്നിധ്യമുള്ള ഇടങ്ങളുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി. എന്തായാലും അങ്ങേയറ്റം ആശങ്ക ഉയർത്തുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ രോഗവുമായി ബന്ധപ്പെട്ട മരണനിരക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസത്തിനിടെ 6 പേരാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മാത്രം മരിച്ചത്. 11 പേർ ഇപ്പോൾ മലബാർ മേഖലയിൽ മാത്രം, പ്രത്യേകിച്ച് കോഴിക്കോട് നഗരത്തിൽ മാത്രം ഈ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നു. ഇതിൽ 10 പേര് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരാൾ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിൽ കഴിയുന്നത്. ഈ ചികിത്സയിൽ ഇരിക്കുന്നവരിൽ ചിലരുടെ ആരോഗ്യനിലയും ഗുരുതരമാണ് എന്ന ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു പ്രായപരിധി പരിശോധിച്ചാൽ പോലും 3 മാസം മുതൽ പ്രായമുള്ള പിഞ്ചു കുഞ്ഞ് മുതൽ 53-54 വയസ്സുള്ള മധ്യവയസ്കർ ഉൾപ്പെടെയുള്ളവർ ഈ രോഗത്തിന് കീഴടങ്ങുന്നു. കേവലം കോഴിക്കോട് മാത്രമല്ല രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മലപ്പുറം സ്വദേശികളായ ആളുകൾ 2 പേർ മരിച്ചിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശിയായ കുഞ്ഞുൾപ്പെടെ താമരശ്ശേരിയിലെ 9 വയസ്സുകാർ ഉൾപ്പെടെ മരിച്ചിരിക്കുന്നു. വയനാട് ജില്ലയിൽ നിന്നും ചികിത്സയ്ക്കായി കോഴിക്കോട് എത്തിയ രോഗി മരിച്ചിരിക്കുന്നു. അങ്ങനെ ഈ മലബാർ മേഖലയിലെ വിവിധ ഇടങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ രോഗബാധ സ്ഥിരീകരിക്കുന്നത് എന്നാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം. എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ നൽകുന്ന വിശദീകരണം. ജലാശയങ്ങളിലും മറ്റും കുളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ മൂക്കും മറ്റും കൃത്യമായി മൂടി ഇറങ്ങണം എന്നടക്കമുള്ള പല നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. പൊതു ജലാശയങ്ങളും കുളങ്ങളുമൊക്കെ ക്ലോറിനേഷൻ നടത്തി വൃത്തിയായി സൂചിപ്പിക്കണമെന്ന നിർദ്ദേശവുമൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം രോഗം പടർന്നു പിടിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ആശങ്ക ഉയർത്തുന്ന ഒരു വസ്തുത. സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ അസുഖം ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നത് അങ്ങേയറ്റം ആശങ്കാജനകമാണ്. ഇതിൽ ചികിത്സയ്ക്ക് പരിമിതികൾ ഉണ്ട് എന്നതാണ് ഈ അസുഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒപ്പം എങ്ങനെയാണ് ഈ അസുഖം വരുന്നത് എന്നതിലും ഇപ്പോഴും കൃത്യമായൊരു വ്യക്തതയില്ല. എവിടെ നിന്നാണ് ഈ അസുഖം വന്നിട്ടുള്ളത് എന്നത് തന്നെയാണ്. ഇപ്പോൾ ഈ മരിച്ച ചേലാമ്പ്ര സ്വദേശിക്കും എവിടെ നിന്നാണ് അസുഖം ലഭിച്ചത് എന്നതിലൊക്കെയാണ് കൂടുതൽ വ്യക്തത കൈവരേണ്ടത്.